ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാണ്. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെമ്മിലെ ബാങ്കിങ് എന്നുള്ള ടോപ്പിക്ക് നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിൽ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. 1-2 ക്വസ്റ്റ്യൻ വ്യത്യസ്തമായിട്ട് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഒന്നിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് കുറച്ചുകൂടി ഈസിയാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് കുട്ടികളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡുകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് പഠിക്കണം. അതിനുള്ളിൽ വരുന്ന ഐറ്റംസ് കൃത്യമായിട്ട് വായിച്ച് ഹൃദിസ്ഥമാക്കണം. എന്നാലാണ് നമുക്ക് പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. എങ്കിലും ഈ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗം മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഒരു പ്രാവശ്യം വായിച്ച് കഴിഞ്ഞതാണ്. എങ്കിലും ആ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ പേജ് നമ്പറൊക്കെ പറയാം. ഇന്ന് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്ന ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 23 ആണ്. പേജ് നമ്പർ 155 ആണ്. 155-ാമത്തെ പേജിൽ ഇല്ലസ്ട്രേഷൻ 23 ആണ്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചൊക്കെ വായിച്ചിരുന്നു. അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഉണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് വയ്ക്കുന്നു. അതിൻ്റെ സ്പെസിമെൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അത് വരച്ച് വയ്ക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ 13, 14, 15, 16 ഷെഡ്യൂളുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യം ആ 4 ഷെഡ്യൂളുകൾ എഴുതുക. ആ ഷെഡ്യൂളുകൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അത്ര തന്നെ ഭാഗം നമുക്ക് അതർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്പെസിമെൻ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒതുക്കി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ വിട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ സ്പെസിമെനിൽ പഠിക്കുന്ന ഐറ്റംസ് വിട്ട് ഒരു ഐറ്റം അതിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു വ്യക്തത ഇല്ലാത്തൊരു പ്രോബ്ലം വരുന്നില്ല ഇവിടെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം വരച്ച് വയ്ക്കുക, അതിന് ഹെഡിങ് കൊടുക്കുക, അതിന് പ്രീവിയസ് ഇയർ കോളം, അതുപോലെ എമൗണ്ട് കോളം, അതുപോലെ തന്നെ ഷെഡ്യൂൾ നമ്പറിൻ്റെ കോളമൊക്കെ വരയ്ക്കുക. പ്രീവിയസ് ഇയറിൻ്റെ കോളം വരച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടാം. ഇനി കുട്ടികൾക്ക് പ്രീവിയസ് ഇയറിൻ്റെ എമൗണ്ട് ഈ ക്വസ്റ്റ്യനിൽ തരാത്ത കാരണം കൊണ്ട് പ്രീവിയസ് ഇയർ എന്നുള്ള കോളം ഒഴിവാക്കിയാലും കുഴപ്പമില്ല, കറണ്ട് ഇയർ കോളം മാത്രം ചെയ്താലും മതി. അപ്പോൾ ഷെഡ്യൂൾ നമ്പറിൻ്റെ കോളം നമുക്കറിയാം, വലിയൊരു പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ ഐറ്റംസ് എഴുതാനുള്ളൊരു കോളം, വലിയൊരു കോളം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ഷെഡ്യൂൾ നമ്പർ എഴുതാനുള്ള നമ്പർ മാത്രം എഴുതുമ്പോൾ ഷെഡ്യൂൾ നമ്പർ എഴുതാനുള്ള കോളം പ്രൊവൈഡ് ചെയ്യുക. പിന്നീടാണ് 2 കോളം വരുന്നത്, കറണ്ട് ഇയർ എമൗണ്ട് കറണ്ട് ഇയറും അതുപോലെ തന്നെ എമൗണ്ട് പ്രീവിയസ് ഇയറും വരുന്നത്. ഇതിലെ എമൗണ്ട് കറണ്ട് ഇയർ മാത്രം വരച്ചാലും മതി, കാരണം ഈ ക്വസ്റ്റ്യനിലെ എമൗണ്ട് കറണ്ട് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ, പ്രീവിയസ് ഇയർ തന്നിട്ടില്ല. അപ്പോൾ കറണ്ട് ഇയറിൻ്റെ കോളം മാത്രം പ്രൊവൈഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ P&L അക്കൗണ്ട് വരച്ച് വെച്ചു. 13, 14, 15, 16 ഷെഡ്യൂളുകൾ വരച്ച് വെച്ചു. പിന്നെ അതിന് താഴെ അത്ര തന്നെ പോർഷൻ, ഈ 13, 14, 15, 16 അതിൻ്റെ 2 ടോട്ടലും എഴുതാനുള്ള അത്ര തന്നെ പോർഷൻ താഴത്തേക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഇടണം. കാരണം അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ അപ്രോപ്രിയേഷൻസ് ഒക്കെ എഴുതാനുള്ളതാണ്, അതുകൂടി പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം താഴെ നമ്മൾ ബാലൻസ് ഷീറ്റ് വരച്ച് വയ്ക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് കൃത്യമായിട്ട് എഴുതുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ഡേറ്റ് എന്ന് പറഞ്ഞ് ഏത് ബാങ്കിൻ്റെ ആണ്, ബാങ്കിൻ്റെ പേര് വേണമെങ്കിൽ മുകളിൽ എഴുതാം, അല്ലെങ്കിൽ അവസാനം എഴുതിയാലും കുഴപ്പമില്ല, അങ്ങനെ എഴുതുക. ബാലൻസ് ഷീറ്റും ഇതേ പ്രൊസീജിയറിൽ തന്നെ, അതായത് ബാലൻസ് ഷീറ്റിൽ അതുപോലെ തന്നെ 1 മുതൽ 12 വരെയുള്ള ഐറ്റംസാണ് വരുന്നത് ബാലൻസ് ഷീറ്റിൽ. ആ 1 മുതൽ 12 വരെയുള്ള ഐറ്റംസും ഒരെണ്ണം അതിന് ശേഷം ബിൽസ് ഫോർ കളക്ഷൻ, 12 കഴിഞ്ഞ് ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടി വരും. ഇത് വിട്ടൊരു ഐറ്റം എന്ത് ചെയ്യുന്നില്ല, ഇതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലും നമുക്ക് കൃത്യമായിട്ട് വരച്ച് വയ്ക്കാൻ സാധിക്കും. 1 മുതലുള്ള ഷെയർ ക്യാപിറ്റൽ പോലെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെപ്പോസിറ്റ്സ്, ബോറോയിങ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എഴുതി അതിൻ്റെ ഷെഡ്യൂൾ നമ്പർ അടക്കം എഴുതി വയ്ക്കാം. കാരണം ഷെഡ്യൂൾ നമ്പർ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം.
നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ അടക്കം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം വർക്കിങ്സ് എന്നുള്ള സൈഡ് ഹെഡിങ് കൊടുക്കുക. വർക്കിംഗ് നോട്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വർക്കിങ്സ് എന്ന് കൊടുക്കാം. വർക്കിങ്സിൽ ഒന്നാമത്തെ ഐറ്റം എഴുതുക ഷെഡ്യൂൾ നമ്പർ 1 എന്താണ് ഷെയർ ക്യാപിറ്റൽ. ആ ഷെഡ്യൂൾ നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അതിന് താഴെ ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുക. ഈ ഞാൻ പല ക്ലാസ്സുകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഹെഡിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റലിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതായത് എത്ര ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, അതിലെത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്തത്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അവിടെ വ്യക്തമായിട്ട് അറിയേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് എന്തില്ല, ഷെയർ ക്യാപിറ്റലിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ല, ഒരു ഷെയറിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് എഴുതി വയ്ക്കാം. 19 lakhs എന്ന് പറഞ്ഞ് എഴുതി വെച്ച് നമുക്ക് ഡബിൾ ലൈൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതിലപ്പുറം ഇതിൽ ഈ ക്വസ്റ്റ്യനിലൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഷെഡ്യൂൾ നമ്പർ 1 കഴിഞ്ഞാൽ രണ്ടാമത്തെ എഴുതുക എന്താണ്, ഷെഡ്യൂൾ നമ്പർ 2 ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് ഹെഡിങ് എഴുതി വയ്ക്കുക. ഇതിനകത്താണ് നമ്മൾ റിസർവ്സ് വരിക. എന്തൊക്കെ റിസർവുകളാണ് വരിക, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വരാം, പിന്നെന്താണ് നമ്മുടെ ക്യാപിറ്റൽ റിസർവ് വരാം. ഇങ്ങനെയുള്ള റിസർവുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരാം, ഇത്തരം കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കാം എന്തെങ്കിലും റിസർവുകൾ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓരോ ഐറ്റമായിട്ട് ചെക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഒരു 14 lakhs, 14 ലക്ഷം നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ട്. തൊട്ട് താഴെ തന്നെ P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആ P&L അക്കൗണ്ട് ഓപ്പണിങ്ങാണ്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ് P&L അക്കൗണ്ടാണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ എടുക്കേണ്ട ഒരു ഐറ്റം അല്ല. പക്ഷേ എന്തെടുക്കുക, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് തന്നിട്ടുണ്ട് 14 lakhs. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 14 ലക്ഷം നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതാം. ഇന്നർ കോളത്തിൽ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അഡീഷൻസ് അതിന് ചേർക്കണം. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്ന എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ടിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിങ് കമ്പനി ആണെങ്കിൽ, നമ്മൾ നടത്തുന്ന ബിസിനസ് ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ ബാങ്കിൻ്റെ ഓരോ വർഷത്തെ പ്രോഫിറ്റിൻ്റെയും ഒരു സർട്ടൻ പെർസെൻറ്റേജ്, നമുക്ക് 25% നോർമലി എന്ന് പറയുകയാണെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ബാങ്കിൻ്റെ അതാത് വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 14 ലക്ഷം നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ആഡ് അഡീഷൻസ് ഡ്യൂറിങ് ദി ഇയർ. ആഡ് ഡ്യൂറിങ് ദി ഇയർ എന്താണ് റിസർവ്, ഈ വർഷത്തെ റിസർവ് നമ്മൾ ആഡ് ചെയ്യണം. ഈ വർഷത്തെ റിസർവ് നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ, P&L അക്കൗണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് അഡീഷൻസ് എന്ന് എഴുതിയിട്ട് വിടുക. അത് പിന്നീട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ സാധിക്കില്ല. നമുക്ക് P&L അക്കൗണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ എഴുതി വയ്ക്കുക, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. തൊട്ട് താഴെ ഇവിടെ നമ്മൾ P&L അക്കൗണ്ട് തന്നു. ഈ ക്വസ്റ്റ്യനിൽ തന്നെ P&L അക്കൗണ്ട് ഉണ്ട്. P&L അക്കൗണ്ട് പക്ഷേ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് 1/4/2016. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റാണ്, ഈ വർഷം ഓപ്പണിങ്ങിലുള്ളതാണ്. അത് നമുക്ക് എടുക്കേണ്ട സ്ഥലം ഇതല്ല. അത് എടുക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ P&L അക്കൗണ്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ട്രാൻസ്ഫേർഡ് ഫ്രം P&L അക്കൗണ്ട്. ഇപ്പോൾ ഇത് അഡീഷൻ എന്ന് എഴുതിയതിന് ശേഷം തൊട്ട് താഴെ എഴുതാം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എഴുതാം ബാലൻസ് ട്രാൻസ്ഫേർഡ് ഫ്രം P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ നിന്ന് ബാക്കിയുള്ള ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുന്നതാണ് ഇനി എഴുതേണ്ടത്. അതവിടെ എഴുതി വയ്ക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യണം, അതും പുതിയതാണ്. അതും നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, സ്റ്റാറ്റ്യൂട്ടറി റിസർവിനോടുകൂടി ഈ വർഷത്തെ അഡീഷൻസ് ആഡ് ചെയ്യാൻ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. 2, ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റാൻ, ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണമെങ്കിൽ
അവിടെയും നമുക്ക് എന്ത് വേണം, പുതിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിയണം. അപ്പോൾ അത് രണ്ടും നമ്മൾ വേക്കൻ്റ് ആയിട്ട് ഇടുക. അതിൻ്റെ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളതിൻ്റെ ടോട്ടൽ കാണാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത് ഈ വർഷത്തെ P&L അക്കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ. കുട്ടികളൊപ്പം നോട്ട് ചെയ്യണം, ടെക്സ്റ്റ് നിർത്തി വയ്ക്കണം, ശ്രദ്ധിക്കണം. അടുത്ത ഷെഡ്യൂൾ നമ്പർ 3 ഡെപ്പോസിറ്റ്സ് ആണ്. ഡെപ്പോസിറ്റ്സിൽ വരുന്നത് 3 ഐറ്റമാണ്. സാധാരണ 3-4 ഐറ്റമാണ്. ഒന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെയാണ് വരുന്നത്. ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഡെപ്പോസിറ്റാണ്. ഡിമാൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ് സാധാരണ കറണ്ട് അക്കൗണ്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ പിന്നെ സേവിങ്സ് ബാങ്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ സേവിങ്സ് ബാങ്ക് ഇവിടെ സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡിൽ വരുന്നത് എന്താണ്, ഈ കറണ്ട് അക്കൗണ്ട്, ഓവർ ഡ്രാഫ്റ്റ് പോലെയുള്ള ഐറ്റമാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡെപ്പോസിറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം തൊട്ട് തുടങ്ങുക, ഫസ്റ്റ് ഐറ്റം തൊട്ട് നോക്കി തുടങ്ങുക. അപ്പോൾ ഇതിലിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കാം, അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എടുക്കാം. അതുപോലെ തന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ട്. ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ കറണ്ട് അക്കൗണ്ട്. അപ്പം ആദ്യം തന്നെ എഴുതുക ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് എഴുതുക എന്താണ്, കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം കൂടി തന്നിട്ടുണ്ട്. 3ാമത്തെ പോയിൻ്റ് കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. 3ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. കറണ്ട് അക്കൗണ്ട് ഇൻക്ലൂഡഡ് എന്താണ്, ഓവർ ഡ്രോൺ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹25,000. ഓവർ ഡ്രാഫ്റ്റാണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ഓവർ ഡ്രാഫ്റ്റ് എന്തുകൂടി ഉണ്ട്, ഒരു ₹25,000 കൂടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് 9,70,000 ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടൊരു ₹25,000 കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 9,70,000 കൂടെ അത് കറണ്ട് ഡെപ്പോസിറ്റ്സ് ആണ്. അത് ഡിമാൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടി നമ്മൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് കൂടി സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് വിഡ്രോ ചെയ്യാനുള്ള പവറാണ്. അപ്പോൾ 9,70,000 എന്നുള്ള അക്കൗണ്ട് മണിയുടെ കൂടെ തന്നെ നമ്മളൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട് 25,000. അപ്പം എന്ത് ചെയ്യണം, രണ്ടും കൂടി ആഡ് ചെയ്ത് ചെയ്യണം. അത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടില്ല, അവിടെ സംശയം വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. കറണ്ട് ഡെപ്പോസിറ്റ് 9,70,000 പ്ലസ് ഓവർ ഡ്രാഫ്റ്റ് ഡെപ്റ്റ് 25,000 = 9,95,000 ആണ് അതിൻ്റെ ആൻസർ വരിക. അത് ശ്രദ്ധിക്കണം, പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതിൽ വരുന്ന ചുരുക്കം ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ഒന്നാണ്. അടുത്തത് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, നമുക്കത് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട് 1,90,000. അടുത്ത ടേം ഡെപ്പോസിറ്റ് ആണ്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന എന്താണ്, ഫിക്സഡ് ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടേം ഡെപ്പോസിറ്റ് എടുത്ത് എഴുതുക. അപ്പോൾ ഡെപ്പോസിറ്റ്സ് എന്നുള്ള ഷെഡ്യൂൾ നമ്പർ 3 അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 13,75,500 ആണ്. 13,75,500. ഇനി ഷെഡ്യൂൾ നമ്പർ 4 ആണ് ബോറോയിങ്സ്. ബോറോയിങ്സിൽ നമ്മൾ എഴുതുന്നത് ബോറോയിങ്സ് ഫ്രം എന്താണ്, ബാങ്ക്സ്. ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഉണ്ട്. എത്രയാണ്, 7,72,300. 7,72,300 മാത്രമേ അതിൽ വരുന്നുള്ള ഒരു ഐറ്റം ഉള്ളൂ. അത് നേരിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഡബിൾ ലൈൻ ചെയ്യാം, കുഴപ്പമില്ല. അടുത്ത ഷെഡ്യൂൾ നമ്പർ 5 ആണ്. അതിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ആണ്. ഷെഡ്യൂൾ നമ്പർ 5 വരുന്ന അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ആണ്. അതിൽ വരുന്ന ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. ഇപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് നമുക്ക് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ്. അടുത്ത വർഷത്തെ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ എഴുതിയത്. അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് പറഞ്ഞിരിക്കുക. കുട്ടികൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഐറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ട് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 40,000 ആണ്. അപ്പോൾ അത് ആദ്യം എഴുതി വയ്ക്കുക. അടുത്തത് ബിസിനസ്സിൻ്റെ മറ്റ് ലയബിലിറ്റീസാണ്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരു ലയബിലിറ്റിയാണ്, 74,200. ഇതെന്താണ്, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ളൊരു ഐറ്റം തന്നെയുണ്ട്. അതിലാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നമ്മൾ അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് 30,000. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഒരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന 30,000 കൂടി അവിടെ ആഡ് ചെയ്യുന്നു. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ്. ദെൻ ടോട്ടല് 1,44,200.
1,44,200. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. ഇതിൽ ഒരു കാര്യമുണ്ട്, ഇവിടെ കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റി അല്ല, കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റിയുടെ തൊട്ട് മുകളിലായിട്ടുള്ളതായിട്ടാണ്, ഞാൻ തെറ്റി വായിച്ചാണ്. പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ് 30,000. പ്രൊവിഷൻസിലാണ് ഇത് എഴുതുക, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിട്ടാണ്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രൊവിഷൻസ് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ വരുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ് 30,000. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിട്ടാണ്. കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റിയുടെ തൊട്ട് മുകളിലായിട്ടുള്ള പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ് അവിടെ വരുന്നത് 30,000. അങ്ങനെ അത് ടോട്ടൽ ചെയ്യുമ്പോൾ 1,44,200. കുട്ടികൾ ഞാൻ കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റിയിൽ നിന്ന് തെറ്റി പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കണം. അതുപോലെ വായിച്ചു പോരുത്, അവിടെ എഴുതി വെക്കണം. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, പ്രൊവിഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഡൗട്ട്ഫുൾ ഡെപ്സിൻ്റെ ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് മുമ്പിലായിട്ട് 4th അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടല് 1,44,200. അടുത്ത് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI, ദാറ്റ് ഈസ് ഷെഡ്യൂൾ നമ്പർ 6. ഷെഡ്യൂൾ നമ്പർ 6 പറഞ്ഞ് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ആണ്. അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് വിത്ത് RBI എന്ന് പറഞ്ഞിട്ട് 7,50,000. ഷെഡ്യൂൾ നമ്പർ 7 ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ്. ഇതിൽ ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ മറ്റു ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതാണ് ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സ് കഴിഞ്ഞിട്ട് മണി അറ്റ് കോൾ, അതായത് ഒരു ദിവസത്തേക്കൊക്കെ മറ്റ് ബാങ്കുകൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് മണി അറ്റ് കോൾ കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ടീസ് ഉണ്ട്. ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തേക്ക് ഒക്കെ 7 ദിവസം വരെയുള്ള ലോണിനെയാണ് എന്താണ് ഷോർട്ട് നോട്ടീസ് ലോൺ എന്ന് പറയുന്നത്. നമ്മളതിനെ പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, വെയ്സ് ആൻഡ് മീൻസ് ലോൺ എന്ന് പറയും. ഗവൺമെൻറ്റൊക്കെ എടുക്കുന്ന ലോണാണ് വെയ്സ് ആൻഡ് മീൻസ് ലോണ്. അതിൽ വരുന്ന ഐറ്റംസാണ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സ് എന്നുള്ള ഹെഡിലും അതുപോലെ തന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നുള്ള ഹെഡിലും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് എഴുതേ വേണ്ടൂ. ബാലൻസസ് വിത്ത് അതർ ബാങ്ക്സിൽ 4,63,500 മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിൽ 2,60,000 ആണ് വരുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 7,23,500, 7,23,500 അതാണ് ടോട്ടൽ വരുന്നത്. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിലെ ടെൻഷൻ അടിക്കേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, അതെടുത്ത് എഴുതുക. 16,71,300 ഡബിൾ ലൈൻ ചെയ്യുക. 16,71,300. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 9 അഡ്വാൻസസ്. അഡ്വാൻസസിൽ വരുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്. അപ്പോൾ നമ്മൾ നോക്കുക ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ബില്ല് ഡിസ്കൗണ്ടഡ് നമുക്ക് തന്നിട്ടുണ്ട് 1,25,000, അതെടുത്ത് എഴുതുക. അപ്പോൾ ബിൽ പർച്ചേസ്ഡ് ഉണ്ടെങ്കിൽ അതും എടുത്തെഴുതണം. അപ്പോൾ ഇതിൽ ബിൽ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല, ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡിൽ നമ്മൾ ഡിസ്കൗണ്ട് എടുത്ത് എഴുതി. അടുത്തത് രണ്ടാമത്തെ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ്. ക്യാഷ് ക്രെഡിറ്റോ ഓവർ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചടയ്ക്കുന്ന ലോണുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. ഇതിൽ നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടൊരു കാര്യമാണ് തന്നിട്ടുള്ളത്. അതായത് കറണ്ട് അക്കൗണ്ടിൽ എന്തുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് മാത്രം എടുത്ത് എഴുതുക. കറണ്ട് അക്കൗണ്ടിലത്തെ ഓവർ ഡ്രാഫ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്ര തന്നിട്ടുണ്ട്, 25,000 തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. മനസ്സിലായാലും വേറെ ഓവർ ഡ്രാഫ്റ്റ് ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിച്ച് ഈ കോളം നമ്മൾ സാധാരണ വിട്ടുകളയും. അപ്പോൾ അത് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഒരു ലോൺ എമൗണ്ട് നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. പിന്നെ ടേം ലോണാണ്. ടേം ലോൺ നമുക്ക് തന്നിട്ടുണ്ട്, ഫിക്സഡ് ലോണോ ടേം ലോണെന്നോ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ടേം ലോൺ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. 18,10,000. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ അഡ്വാൻസ്. ബാങ്കിൻ്റെ അഡ്വാൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ലോൺസും അതുപോലെ തന്നെ ബിൽ പർച്ചേസ്ഡ് ഡിസ്കൗണ്ട്സ് ഒക്കെ അതെടുത്ത് എഴുതുക. ടോട്ടൽ ചെയ്യുക, ദാറ്റ് ഈസ് 19,60,000, 19,60,000. അടുത്ത ഷെഡ്യൂൾ നമ്പർ 10 ആണ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെസ് ഡിപ്രീസിയേഷൻ ആണ്. നമ്മുടെ കയ്യിൽ ഫിക്സഡ് അസറ്റ് രണ്ടായിട്ടാണുള്ളത്. നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യൻ മറിച്ച് നോക്കുക, എന്താണ് ഫിക്സഡ് അസറ്റ് നോക്കുക. രണ്ടും അടുത്തടുത്താണ് തന്നിട്ടുള്ളത്. ഒന്ന് ബിൽഡിങ്സ് 6,50,000 ആണ് തന്നിട്ടുള്ളത്, ഫർണിച്ചർ 50,000 ആണ് തന്നിട്ടുള്ളത്. ദെൻ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത് 50,000 ആണ്. അപ്പോൾ 6,50,000 നിന്ന് 50,000 കുറച്ചാൽ എത്ര കിട്ടും, 6 ലക്ഷം കിട്ടും അല്ലേ.
ഈ 6 ലക്ഷം മാത്രം കുറച്ചാൽ പോരാ, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്കൊരു റിസർവ് തന്നിട്ടുണ്ടാവും, അതുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ബിൽഡിങ്സിന് റിസർവ് തന്നിട്ടുണ്ട് എത്രയാണ്, 8,000 രൂപ ഓൾറെഡി റിസർവാണ്. റിസർവ് എന്ന് പറയുന്നത് ഓൾറെഡി നേരത്തെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള തന്നെയാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള വില എന്ന് പറയുന്നത് 6,50,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം റിസർവാണ് കുറയ്ക്കേണ്ടത്, എങ്കിലും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, 50,000 രൂപ കുറച്ചാൽ 6 ലക്ഷം വരും. 6 ലക്ഷത്തിൽ നിന്ന് ഈ 8,000 കൂടി കുറച്ചാൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,92,000 രൂപയാണ്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാത്തൊരായിട്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. റിസർവ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ റിസർവാണ്. അത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയാൻ പറ്റില്ല, വാങ്ങിയ വിലയിനേക്കാളും ഒറിജിനൽ വാല്യൂവിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 6,50,000 ആണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 50,000 ആണ്. അപ്പോൾ 6,50,000 മൈനസ് 50,000 പ്ലസ് 8,000 ദാറ്റ് ഈസ് 5,92,000 ആണ് പ്രെമിസസിൻ്റെ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ലെസ് ഡിപ്രീസിയേഷൻ വരുന്നത്. അടുത്തത് ഫർണിച്ചറിന് 50,000 രൂപയാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ. റിസർവ് എന്ന് പറയുന്നത് 2,000 ആണ്. ഫർണിച്ചറിൻ്റെ റിസർവ് 2,000 ആണ്. അപ്പോൾ 48,000 വരും. 48,000 നിന്ന് നമ്മുടെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ള 5,000 ആണ്. 5,000 കൂടി കുറച്ചാൽ 43,000 ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ 5,92,000 രൂപ പ്രെമിസസിൻ്റെയും 43,000 ഫർണിച്ചറിൻ്റെയും രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 6,35,000 ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നു. അടുത്ത് ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റ്സിൽ വരുന്നത്, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സാധാരണ ഇവിടെ ഒരു ഐറ്റം ഉള്ള എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, ഇൻ്റർ ബാങ്ക് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഡെബിറ്റിലാണ്. ഡെബിറ്റിൽ വരികയാണെങ്കിൽ അതെന്താണ്, അസറ്റാണ്. അത് നേരത്തെ കുട്ടികൾക്ക് അറിയുണ്ടാവും. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിൽ ഡെബിറ്റിൽ വരുന്നത് 2 ഐറ്റമാണ്, ഒന്ന് എക്സ്പെൻസസും ഒന്ന് അസറ്റും. ലയബിലിറ്റി സൈഡിൽ വരുന്ന 2 ഐറ്റമാണ്, ഒന്ന് ലയബിലിറ്റീസും ഒന്ന് ഇൻകംസും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻകവും അതുപോലെ തന്നെ ലയബിലിറ്റിയാണ് നമുക്ക് ക്രെഡിറ്റ് കോളത്തിൽ തരുന്നത്. ഡെബിറ്റ് കോളത്തിൽ തരുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ അസറ്റാണ്. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും അതൊക്കെ ഒരേ രീതിയിൽ കാണേണ്ട ഐറ്റമാണ്. അത് നമുക്ക് ചിലപ്പോൾ ലയബിലിറ്റി ആയിട്ട് വരാം, ചിലപ്പോൾ അസറ്റായിട്ട് വരാം. നമുക്ക് എവിടെ തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് അസറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതർ അസറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ എഴുതുക 2 lakhs. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റ് അക്രൂഡ് പോലെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് എഴുതുക. ഇവിടെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ടോ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ല, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് എഴുതുന്നത് ദാറ്റ് ഈസ് 2,46,200 2,46,000. അപ്പോൾ അതുകൂടി എടുത്ത് എഴുതുക. ഇൻട്രസ്റ്റ് അക്രൂഡ് 2,46,200 2,46,200 എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ആ എമൗണ്ട് എടുത്ത് എഴുതുക, അത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 4,46,200. ഇതാണ് ടോട്ടൽ വരുന്നത്, അതർ അസറ്റ്സിൽ വരുന്നത്. ഇനി ഷെഡ്യൂൾ നമ്പർ 12 ആണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല, നേരിട്ട് എഴുതാം 30,000. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള ഷെഡ്യൂൾസ് ഉള്ളത്. ഇനി നമുക്ക് 4 ഷെഡ്യൂളാണ്. അത് ഇൻട്രസ്റ്റ് ഏൺഡ്, അതായത് ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ്. ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ് ആദ്യം എഴുതുക. ദെൻ അതിലെന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏൺഡ്, റിസീവ്ഡ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ഏൺഡ് എന്ന് എഴുതുക. അത് നമുക്ക് തന്നിട്ടുള്ളത് നോക്കുക. 10,40,000 നമുക്ക് തന്നിട്ടുണ്ട്. ആ 10,40,000 എന്ന് പറയുന്നത് ഏതൊക്കെ എമൗണ്ടുകളാണെന്ന് നോക്കുക. അതായത് ഇവിടെ ഒരു 6,20,000 ഉണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒരു 4,20,000 ഉണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 6,20,000, ഡിസ്കൗണ്ട് റിസീവ്ഡ് 4,20,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ 6 4 10 10,40,000 വരും. അത് ഇന്നർ കോളത്തിൽ എഴുതുക 10,40. ആ 10,40 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലെസ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്.
റിബേറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 40,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഔട്ടർ കോളത്തിൽ കിട്ടും 10 lakhs. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഏൺഡിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakhs ആണ്. ആ 10 lakhs അവിടെ എഴുതുക, ഡബിൾ ലൈൻ ചെയ്യുക. അടുത്ത ഐറ്റം ഷെഡ്യൂൾ നമ്പർ 14 ആണ്, അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ മറ്റ് ഇൻകംസ് ആണ്. മറ്റ് ഇൻകം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ഇൻകം എന്ന് പറയുന്നത് കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് നമുക്ക് തന്നിട്ടുണ്ട് 2,53,000. ഈ അതർ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് കുറയ്ക്കാം കേട്ടോ. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം ഉണ്ട്, അത് കുറയ്ക്കുക. അപ്പോൾ നെറ്റ് കിട്ടുന്നത് 53,000 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കാം. ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് 2,53,000 ഉണ്ട്. അപ്പോൾ അത് ബ്രോക്കറേജ്, എക്സ്ചേഞ്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakhs കുറയ്ക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക 53,000 ആണ്. ഇനി മിസ്ലേനിയസ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് 39,000 ആണ് മിസ്ലേനിയസ് ഇൻകം. റെൻറ്റ് റിസീവ്ഡ് തന്നിട്ടുണ്ട് 6,000. ഇതൊക്കെ അതർ ഇൻകത്തിൽ വരുന്നതാണ്. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബാങ്കിങ് ഇതര ഇൻകംസായിട്ട്, ലോണുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകത്തിനെയാണ് ഇവിടെ അതർ ഇൻകം എന്ന് പറയുന്നത്. അതൊക്കെ എടുത്ത് എഴുതുക. ആഡ് ചെയ്യുമ്പോൾ 98,000 റുപ്പീസാണ് നമുക്ക് കിട്ടുക. അടുത്ത ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നുകിൽ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഡെബിറ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? 79,500 ആണ് ഇൻട്രസ്റ്റ് പെയ്ഡ്. അതെടുത്ത് എഴുതുക. ഇനിയുള്ളത് 16ാമത്തെ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നത് ബാങ്കിലെ എംപ്ലോയീസിന് സാലറി കൊടുക്കുക, ബാങ്കിൻ്റെ റെൻറ്റ്, ബാങ്കിൻ്റെ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ്, പോസ്റ്റേജ്, ടെലിഗ്രാം, ടെലിഫോണ്, ഓഫീസ് എക്സ്പെൻസ്, ഓഫീസ് ഇലക്ട്രിസിറ്റി ചാർജസ് പോലെയുള്ള ഐറ്റംസ് എല്ലാം വരും. അപ്പോൾ നമുക്കറിയാലോ, ഒരു ബാങ്കിങ് ഓഫീസ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബാങ്കിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എഴുതുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്? ഓഡിറ്റ് ഫീസ് പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ റിസർവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ തുടങ്ങുന്നത് സാലറീസ് ആൻഡ് അലവൻസ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തന്നെ തുടങ്ങുക. സാലറീസ് ആൻഡ് അലവൻസസ്, റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ്, അതുപോലെ തന്നെ ഓഡിറ്റ് ഫീസ്, അതുപോലെ തന്നെ എന്താണ്? ഡയറക്ടേഴ്സ് ഫീസ്, പോസ്റ്റേജ്, ഈ വക കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. അപ്പോൾ അതിൽ വരുന്ന ഐറ്റം ഞാൻ ഒന്നുകൂടി വായിക്കാം. സാലറീസ് ആൻഡ് അലവൻസ് 2,12,000, റെൻറ്റ് ടാക്സസ് 1,20,000, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഓൺ ബാങ്ക്സ് പ്രോപ്പർട്ടി, അത് 2 ഡിപ്രീസിയേഷൻ ഉണ്ട്. പ്രമിസസിൻ്റെ ഡിപ്രീസിയേഷൻ 50,000, ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 5,000 അതെടുത്ത് എഴുതുക. ഡയറക്ടേഴ്സ് ഫീസ് 10,000, ഓഡിറ്റേഴ്സ് ഫീസ് 50,000, പോസ്റ്റേജ് 12,500. എല്ലാം കൂടി കൂട്ടുമ്പോൾ 4,59,500 ടോട്ടൽ കിട്ടുന്നത്. അതെടുത്ത് എഴുതുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമ്മുടെ എന്താണ്? ഷെഡ്യൂൾ വർക്കിങ്സ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 കാര്യങ്ങൾ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പോവാം. ഒന്ന്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തിട്ട് പോയാലും മതി. ഇനി നമുക്ക് നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻകത്തിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ 13 ആണ് ഷെഡ്യൂൾ നമ്പർ. അതിലെ എമൗണ്ട് 13ൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 13ൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10 lakhs ആണ്. 10 lakhs എഴുതുക. അടുത്തത് അതർ ഇൻകം 14 ആണ്. 14ൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 98,000 ആണ്. അതെടുത്ത് എഴുതുക. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകം. ഞാൻ ഒന്നുകൂടി പറയാം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഏൺഡ് 10 lakhs, അതർ ഇൻകം 14th ഷെഡ്യൂൾ 98,000, രണ്ടും കൂടി കൂട്ടുമ്പോൾ 10,98,000 ആണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ 3 ആയിട്ടാണ് വരിക. ഒന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ 15 എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ 79,500 ആണ്. 79,500 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 4,59,500 ആണ്. ഇനി പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ഉണ്ട് അല്ലേ? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്, 2 സൈഡിൽ വരുന്നതാണ്. ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിൻ്റെ പ്രൊവിഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ അവിടെ എഴുതിയിട്ടുള്ളതാണ്. അതുകൂടി ഇവിടെ എടുത്ത് എഴുതുക. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ദാറ്റ് ഈസ് 30,000, 30,000.
ആ 30,000 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും 5,69,000. അപ്പോൾ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 10,98,000, എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 5,69,000 ആണ്. ഇതിൻ്റെ ഡിഫറൻസാണ് പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ എഴുതി കഴിഞ്ഞ് താഴെ മൂന്നാമത്തെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക, പ്രോഫിറ്റ് ഓർ ലോസ്. അതിൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ഇല്ലേ, 10,98 നിന്ന് 5,69 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് 5,29,000, 5,29,000 എഴുതി വയ്ക്കുക. തൊട്ട് താഴെ പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ്. പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ്. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എത്രയാണ്? അതാണ് എടുത്ത് എഴുതേണ്ടത് ഇവിടെ കണ്ടോ. നമ്മുടെ P&L അക്കൗണ്ടിൽ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പണിംഗ് 65,000 ആണ്. അതെടുത്ത് എഴുതുക. ആ 65,000 കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസിൽ 2 പ്രോഫിറ്റ് വന്നു. ഒന്ന് ഈ വർഷത്തെ പ്രോഫിറ്റും മറ്റൊന്ന് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് 2 പ്രോഫിറ്റും കൂടിയാകുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 5,94,000 വരും. 5,94,000 ടോട്ടൽ പ്രോഫിറ്റ്. ഇനിയുള്ള അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഈ 5,94 എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യും, ഈ 5,94 എങ്ങനെ ഡിവൈഡ് ചെയ്യും, അതാണ് അപ്രോപ്രിയേഷൻ. 4th പോയിൻ്റാണ് അപ്രോപ്രിയേഷൻ. അതിൽ ആദ്യം തന്നെ ട്രാൻസ്ഫർ ടു റിസർവ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ദാറ്റ് ഈസ് 25% ഓഫ് 5,94,000. 5,94,000. 5,94,000 25% നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് എവിടെ നിന്ന്? 5,94 നിന്ന് 25 കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 75% വരും അല്ലേ? അല്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് എവിടേക്ക് മാറ്റുക? ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്ത് വയ്ക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നേരത്തെ ഒരു റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഷെഡ്യൂൾ നമ്മൾ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോവാം. അവിടെ എന്ത് ചെയ്യുക? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമ്മൾ ഓൾറെഡി ഒന്നുകൂടി പറയാം, തിരക്കിട്ട് പോകണ്ട, കുട്ടികൾ സാവധാനത്തിൽ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി P&L അക്കൗണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു. P&L അക്കൗണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കല്ല പോകുന്നത്, ബാലൻസ് ഷീറ്റിൻ്റെ റിസർവിലേക്കാണ് പോകുന്നത്. റിസർവ് നമ്മൾ ഷെഡ്യൂൾ വർക്കിംഗ് നോട്ട് 2 എടുക്കുക, ഷെഡ്യൂൾ നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുക്കുക. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 14 lakhs നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനോടുകൂടി ആഡ് അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് എടുക്കുക. ഇപ്പം തന്നെ നമ്മൾ മാറ്റിയില്ലേ, എത്രയാണ്? 1,32,250. അപ്പോൾ 1,32,250 നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഔട്ടർ കോളത്തിൽ വരുന്നത് 15,32,250 വരും. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ P&L അക്കൗണ്ടിലെ ഏറ്റവും അവസാനം നീക്കി വെച്ചത് ബാലൻസ് ക്യാരിഡ് ഓവർ ടു അല്ലെങ്കിൽ ക്യാരിഡ് ടു ബാലൻസ് ഷീറ്റ്. അത് എത്രയാണ്? 4,61,750. അതും അതിനുള്ള സ്പേസ് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ നമ്പർ 2 വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അത് ഫില്ല് ചെയ്യുക. ബാലൻസ് ട്രാൻസ്ഫേർഡ് ഫ്രം P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് അവിടെ സ്പേസ് വിട്ടിട്ടുള്ളടത്ത് എഴുതുക 4,61,750. എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 19,94,000 വയ്ക്കും. അത് ഡബിൾ ലൈൻ ചെയ്ത് വയ്ക്കുക. വീണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വരിക. ബാലൻസ് ഷീറ്റ് ഹെഡിങ് കൊടുക്കുക. നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടെല്ലാം ആ വരച്ച് വെച്ചിട്ടിലേക്ക് എല്ലാം പോസിറ്റീവ് വേണ്ടു. ആദ്യത്തെ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് കഴിഞ്ഞ് ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 1 ക്യാപിറ്റൽ എത്രയാണ് എഴുതാൻ ബുദ്ധിമുട്ടില്ല, 19 lakhs എഴുതുക. റിസർവ്സ് ആൻഡ് സർപ്ലസസ് ഷെഡ്യൂൾ നമ്പർ 2 ഇപ്പോഴത്തെ ടോട്ടൽ എഴുതുക 19,94,000. അടുത്തത് ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 3 അതിൻ്റെ ടോട്ടൽ എഴുതുക 13,75,500. 13,75,500 എടുത്തെഴുതുക. 13,75,500 എടുത്തെഴുതുക. ദെൻ അതിനുശേഷം ബോറോയിങ്സ് നമ്പർ 4 ഷെഡ്യൂൾ നമ്പർ 4 ആണ്. അതിൽ 7,72,300. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിലെ 5ാമത്തെ ഷെഡ്യൂൾ എഴുതുക. 5ാമത്തെ ഷെഡ്യൂള് 1,44,200. 1,44,200 അതെടുത്ത് എഴുതുക. ദെൻ 1,44,200 കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂള് 1,44,200 കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂളിൽ ഇനി അസറ്റ്സിലാണ്. അപ്പോൾ 5 വരെയുള്ള ഷെഡ്യൂളാണ് ലയബിലിറ്റീസിൻ്റെ ഷെഡ്യൂള്. അത് ടോട്ടൽ ചെയ്യുക. അത് ടോട്ടൽ ചെയ്യുമ്പോൾ 61,86,000 കിട്ടും. 61,86,000 ഡബിൾ ലൈൻ. നെക്സ്റ്റ് അസറ്റ് സൈഡാണ്.
അസറ്റ് സൈഡിൽ ഹെഡിങ്ങൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഐറ്റംസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അസറ്റ്സ് എഴുതുക, അതിന് താഴെ ഒന്നാമത്തെ ഐറ്റം ഷെഡ്യൂൾ നമ്പർ 6 ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് വിത്ത് RBI. അതിൽ നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുള്ള 7,50,000 ആണ്, അത് എഴുതുക. ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അത് 7ാമത്തെ ഷെഡ്യൂളാണ്, 7,23,500 എഴുതുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 8ാമത്തെ ഷെഡ്യൂളാണ്, 16,71,300 എഴുതുക. അഡ്വാൻസസ് 9th ഷെഡ്യൂളാണ്, 19,60,000 എഴുതുക. ഫിക്സഡ് അസറ്റ്സ് 10th ഷെഡ്യൂളാണ്, 6,35,000 എഴുതുക. അതർ അസറ്റ്സ് 11th ഷെഡ്യൂളാണ്, 4,46,200 എഴുതുക. ഇനി ടോട്ടൽ ചെയ്യുക, ടോട്ടൽ സെയിം ടോട്ടൽ തന്നെ കിട്ടും, 61,86,000. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ കഴിഞ്ഞു. ടോട്ടൽ കഴിഞ്ഞിട്ട് ഇനി 2 ഐറ്റം എഴുതാണ്ട്, ഒന്ന് ഷെഡ്യൂൾ നമ്പർ 12 ആയിട്ടുള്ള കണ്ടിൻജൻ്റ് ലയബിലിറ്റീസും മറ്റൊന്ന് ഷെഡ്യൂൾ നമ്പർ ഇല്ലാത്ത ബിൽസ് ഫോർ കളക്ഷൻ അല്ലേ. അപ്പോൾ അടുത്ത് കണ്ടിൻജൻ്റ് ലയബിലിറ്റീസ് എഴുതുക. ഷെഡ്യൂൾ നമ്പർ 12 ആണ്. കണ്ടിൻജൻ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 30,000 ആണ്, 30,000 എഴുതുക. ദെൻ ബിൽസ് ഫോർ കളക്ഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് 4,35,000 എടുത്ത് എഴുതുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ്, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് ഷെഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെറുതെ നോക്കിയാൽ മതി, വലിയ ടഫായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതിലില്ല, വെറുതെ നോക്കിയാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 24 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസസ് പ്രിപ്പയർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സെഞ്ച്വറി ബാങ്ക് ലിമിറ്റഡ് ഫോർ ദി ഇയർ 31/3/2017 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് 3 അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ബിൽസ് ഫോർ കളക്ഷൻ ഒരു 2,35,000 തന്നിട്ടുണ്ട്. പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അത് പ്രൊവിഷനായിട്ട് എഴുതാനുള്ളതാണ്, അത് 3,85,000 തന്നിട്ടുണ്ട്. പ്രപ്പോസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 20% തന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ആദ്യം തന്നെ P&L അക്കൗണ്ട് വരച്ച് വയ്ക്കാം. അതിലെ ഓരോ ഐറ്റംസ് ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ് ഓർ ലോസ്, അപ്രോപ്രിയേഷൻസ് ഉള്ള ഹെഡിങ് എഴുതുക. അതിൽ ഓരോ ഹെഡുകൾ എഴുതുക, ഷെഡ്യൂൾ നമ്പർ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ആ സ്ട്രക്ചർ വരച്ചതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ബാലൻസ് ഷീറ്റിലെ 11 വരെയുള്ള ഐറ്റംസ് കഴിഞ്ഞ് ടോട്ടൽ സ്പേസ് കഴിഞ്ഞ് 12നും 13നുള്ള സ്പേസ് വിടുക. എന്നിട്ട് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 മുതൽ തുടങ്ങുക, ഓരോ ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റ്സ് തുടങ്ങുക. ഷെഡ്യൂൾ നമ്പർ 1, 2, 3, 4, 5, 6 എന്നുള്ള കാര്യങ്ങൾ തുടങ്ങുക. നമുക്കിവിടെ നമ്മൾ ഓൾറെഡി ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത കാരണം ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ഇവിടെ ബിൽസ് ഫോർ കളക്ഷൻ ടോട്ടൽഡ് ₹2,35,000 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത് നേരിട്ട് നമുക്ക് എവിടെ എഴുതാനുള്ള ഐറ്റമാണ്, ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് എഴുതാനുള്ളൊരു ഐറ്റമാണ്, അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് 3,85,000 ആണ്. അത് കുട്ടികൾ നോട്ട് ചെയ്യുക. അത് എഴുതേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻഡിച്ചറിൽ P&L അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചറിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ എക്സ്പെൻഡിച്ചർ P&L അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചറിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ പ്രൊവിഷൻ ചെയ്ത് വയ്ക്കാൻ നമ്മളൊരു സ്റ്റാറ്റ്യൂട്ടറി രീതികൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് മാറ്റിവെക്കേണ്ടത്. അത് എക്സ്പെൻഡിച്ചറിലെ ഒരു ഭാഗം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എഴുതി വയ്ക്കാനാണ്, അത് എഴുതി വയ്ക്കുക. അതുകൂടാതെ നമുക്ക് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ള കേസിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കൂടി ഈ രണ്ടാമത്തെ പോയിൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും. അതായത് പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 3,85,000 എന്ന് പറയുന്നത് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ കൂടി വരും. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അടുത്ത ഐറ്റം പ്രപ്പോസ് ഡിവിഡൻറ്റ് 20%. പ്രപ്പോസ് ഡിവിഡൻറ്റ് 20% എന്ന് പറയുന്നത് നമുക്ക് എവിടെ വരുന്ന ഐറ്റമാണ്, നമ്മുടെ അപ്രോപ്രിയേഷനിൽ വരുന്നതാണ്. അപ്രോപ്രിയേഷനിൽ പ്രപ്പോസ് ഡിവിഡൻറ്റ് 20% എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാതെ ശ്രദ്ധിക്കണം. 20% എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബാങ്കിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിലാണ്. മനസ്സിലായാലോ?
20% ആണ് പ്രപ്പോസ് ഡിവിഡൻഡ് എന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നോക്കുക. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 ലാഖാണ്. ആ 20 ലാഖിൻ്റെ 20% എന്ന് പറയുന്നതാണ് എന്തായിട്ട് വരേണ്ടത്? പ്രപ്പോസ്ഡ് ഡിവിഡൻ്റായിട്ട് വരുന്നു. ഇപ്പോൾ 20 ലാഖിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2 ലാഖ്, 20% എന്ന് പറഞ്ഞാൽ 4 ലാഖ് അല്ലേ. 4 ലാഖാണ് നമ്മുടെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. പക്ഷേ എവിടെ നിന്നാണ് മാറ്റേണ്ടത്? പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റേണ്ടത്. ഏതിൻ്റെ മുകളിലാണ് കാണേണ്ടത്? ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിലാണ് എപ്പോഴും ഡിവിഡൻറ്റ് കാണേണ്ടത്. പക്ഷേ അത് നീക്കി വെക്കേണ്ടത് എവിടെ നിന്നാണ്? പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ എന്നുള്ള 4ാമത്തെ പോയിന്റിൽ, P&L അക്കൗണ്ടിലെ 4ാമത്തെ പോയിന്റിൽ, അപ്രോപ്രിയേഷൻ എന്നുള്ള 4ാമത്തെ പോയിന്റിൽ നമ്മൾ ആദ്യം എന്ത് എഴുതും? ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞ് പ്രോഫിറ്റിൻ്റെ 25% മാറ്റിവെക്കും. രണ്ടാമതായിട്ടായിട്ട് പ്രപ്പോസ് ഡിവിഡൻറ്റ്, ദാറ്റ് ഈസ് 4 ലാഖ്. ബാക്കിയുള്ള എമൗണ്ടാണ് എവിടേക്ക് മാറ്റേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിൽ നിന്നുള്ള ഓരോ ഷെഡ്യൂളിൽ നിന്നുള്ള ഐറ്റംസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫില്ല് ചെയ്യുക. P&L അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും നാളത്തെ ഒരു കാര്യത്തിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വലിയ ടഫായിട്ട് പറയാനില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ഹെഡുകൾ കൃത്യമായിട്ട് പഠിക്കണം. ബാങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ഇതിലെ essay ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ടിൻ്റെ എല്ലാ ഷെഡ്യൂളുകളും കുട്ടികൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. അതറിയാതെ എക്സാമിനേഷന് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ബൈ ഹാർട്ട് ചെയ്യുക. അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പം കൃത്യമായിട്ട് ഷെഡ്യൂൾ നമ്പർ 2, ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വരും, ക്യാപിറ്റൽ റിസർവ് വരും, P&L അക്കൗണ്ട് വരും. ഇതൊക്കെ എങ്ങനെ എഴുതും? ഇപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് ട്രയൽ ബാലൻസിലെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുള്ള ഇവിടെ പ്രോഫിറ്റായിട്ട് എടുത്തെഴുതും. അത് പറ്റില്ല. കറണ്ട് ഇയർ പ്രോഫിറ്റാണ് അവിടെ വരേണ്ടത്. കറണ്ട് ഇയർ പ്രോഫിറ്റാണ് അവിടെ എഴുതേണ്ടത്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എഴുതേണ്ട സ്ഥലം എന്ന് പറയുന്നത് അപ്രോപ്രിയേഷനിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഹെഡുകൾ പഠിക്കുക. നമുക്ക് തുടക്കം കിട്ടാതെ പോകണ്ട. ഹെഡുകൾ കൃത്യമായിട്ട് പഠിക്കുക. P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉള്ള പ്രോബ്ലംസ് ഇതിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലുണ്ട്. അതെടുത്ത് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഇടുകയോ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, നമ്മുടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ് ഒരു പരമ്പരാഗത ക്വസ്റ്റ്യനാണ്. വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ്. വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ ഡേറ്റ് എണ്ണുക, അതിൻ്റെ പെർസെൻറ്റേജ് കാണുക എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളാണ്. ആ ടേബിൾ വരച്ച് വയ്ക്കണം. ടേബിൾ വരച്ചിട്ട് വേണം കാണാൻ. ടേബിളിൻ്റെ ഹെഡ് നോക്കണം. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്റർ 15 മാർക്കിനും 4 മാർക്കിനും ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 കാറ്റഗറി വരാം. ഒന്ന് എന്താണ്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ് വരാം. 2 പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബാങ്കിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഹെഡ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലേ? എന്താണ് അഷേർഡ് അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, അതുപോലെ തന്നെ എന്താണ് ലോസ് അസറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായിട്ട് കുട്ടികൾ പ്രൊവൈഡ് ചെയ്യണം. അത് വായിക്കണം, അത് പഠിച്ചിരിക്കണം. പിന്നീട് ഇതിൽ നിന്ന് തിയറി ചോദിക്കാനുള്ള കാര്യം, സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കുന്ന തിയറിയാണ് വാട്ട് ഈസ് മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ്. എന്താണ്, എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി എന്താ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നീട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പ്രൊവിഷൻസ്, വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിങ് എന്താണ് സ്റ്റാൻഡേർഡ് നോംസ് ഓഫ് പ്രൊവിഷൻസ് അഗെയിൻസ്റ്റ് ബാങ്കിങ് ലോൺ, ബാങ്കിങ് അഡ്വാൻസസ്. ബാങ്കിൻ്റെ അഡ്വാൻസസുമായിട്ട് ബന്ധപ്പെട്ട
എന്താണ് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് നോംസ് എന്താണ് ബാങ്ക് അഡ്വാൻസ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് നോംസ്, ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ സാധാരണ ബാങ്കിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ്, ബാങ്കിൻ്റെ ലോൺ അഡ്വാൻസസ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നോൺ ബാങ്കിങ് അസറ്റ്. നോൺ ബാങ്കിങ് അസറ്റ് എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോൺ പെർഫോമിംഗ് അസറ്റും പെർഫോമിംഗ് അസറ്റും കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്. അപ്പോൾ അത് ആ ഏരിയയൊക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ തിയറിക്കും ഒരുപാട് സ്കോപ്പുണ്ട്, പ്രോബ്ലത്തിനും ഒരുപാട് സ്കോപ്പുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. എസ് എക്കൊക്കെ നല്ല ചാൻസ് ഉള്ളതാണ്. എസ് എക്കും 4 മാർക്കിനൊക്കെ നന്നായിട്ട് ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.